Good afternoon, all. Good afternoon. Good afternoon. Good afternoon. പേര് പറഞ്ഞോ കേട്ടോ. ആഴിയും ഹരിതാപഭൂമിയും സൃഷ്ടിച്ച ആരാധ്യനായതും ജഗദീശ്വര. വിദ്യാഗ്രഹം തന്നിൽ കാൽ വെച്ചിടുമ്പോൾ നിത്യം ജപിക്കട്ടെ നിന്റെ നാമം. അങ്ങാണു സത്യം, അങ്ങാണു സ്നേഹം, അങ്ങയിലറിവിനെ കാണൂ ഞങ്ങൾ. അല്ലലകത്തിടും ആത്മാവിലാലമുറക്കല്ലോലമാകുമി തമ്പുരാനേ. ആഴിയും ഹരിതാപഭൂമിയും സൃഷ്ടിച്ച ആരാധ്യനായ ജഗദീശ്വര. വിദ്യാഗ്രഹം തന്നിൽ കാൽ വെച്ചിടുമ്പോൾ നിത്യം ജപിക്കട്ടെ നിന്റെ നാമം. നിത്യം ജപിക്കട്ടെ നിന്റെ നാമം. Signing and thought of the day prepared ആണെങ്കിലും സൈനിങ് ഞാനാന്ന് പറയണ്ടേ. പറഞ്ഞോടാ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന അപർണ മിസ്സിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ സ്റ്റുഡൻസിനെയും വെൽക്കം ചെയ്യുന്നു. Thought of the day. Good afternoon, ma'am. Good afternoon. Today's thought. Education is the most powerful weapon which you can use to change the world. Nelson Mandela. Okay. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. ഓക്കെ, നമുക്ക് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ചിട്ട് പറയാം. എന്നാൽ ഒന്ന് റിവൈൻഡ് ചെയ്യാണ് ലാസ്റ്റ് ക്ലാസ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് നമുക്ക്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസ് പോലെ ചോദിക്കും, നിങ്ങൾ ആൻസർ പറഞ്ഞാൽ മതി. ചിൽഡ്രൻസിന് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിസീസ് വരാനുള്ള കാരണം എന്താണ്? ഇമ്മ്യൂണിറ്റി കുറവുണ്ട്. ഇമ്മ്യൂണിറ്റി കുറവ് കാരണമാണ് കുട്ടികൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസ് വരുന്നത്. ഇനി കോമൺലി എത്ര ടൈപ്സ് ഓഫ് ഡിസീസ് ഉണ്ട്? 2 തരം. ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ടൈപ്സ്? Contagious and infectious. ഇൻഫെക്ഷൻ. അപ്പൊ അവരുടെ ആൻസർ പറയുമ്പോഴേ അപ്പൊ മ്യൂട്ട് ചെയ്തിട്ട് പിന്നെ ഓഫ് ചെയ്യണോട്ടെ, മ്യൂട്ട് ഓഫ് ആക്കണോട്ടാ. അൻസീല മ്യൂട്ട് ഓൺ ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓഫ് ചെയ്യണോട്ടാ പറഞ്ഞു കഴിയുമ്പോ എന്തായാലും. ഓക്കെ, സൗണ്ട് ഡിസ്റ്റർബൻസ് വരും, അതുകൊണ്ടാണ് കേട്ടാ. ഇനി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ നമ്മൾ എന്ത് പേര് പറയും? ഒരാളുടെ മറ്റൊരാളിലേക്ക് കണ്ടീഷൻ. ഓക്കെ, ഇൻഫെക്ഷൻ ഡിസീസിന്റെ മീഡിയം ഏതൊക്കെയാണ്? മെയിൻ ആയിട്ടുള്ള മീഡിയം എയർ, water. ഓക്കെ, ഫുഡ്, എയർ, വാട്ടർ. അപ്പൊ അത്ര വരെയല്ലേ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? ഡിസ്കസ് ചെയ്തില്ല പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട്? ഇല്ല. ഇനി ഫുഡ് ഐറ്റംസ് വഴി അസുഖങ്ങൾ വരുന്നുണ്ട് അല്ലേ? അത് ഞാൻ പറഞ്ഞു എന്നൊരു ചെറിയ ഡൗട്ട്സ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഫുഡ് ഐറ്റംസ് ആണോ? ഫുഡ് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാലും ഒന്നുകൂടി പറയാം. ഫുഡ് ഐറ്റംസിലൂടെ ഒരുപാട് ടൈപ്സ് ഓഫ് ഡിസീസ് നമുക്ക് ഇന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് പാചകം ചെയ്തൊക്കെ ഫുഡ് പ്രിപ്പയർ ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ നമ്മളത് എന്ത് ചെയ്യാം, സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ഫുഡ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഫ്ലൈസോ മറ്റ് ഇൻസെക്ട്സോ ഒന്നും വരാത്ത ടൈപ്പ്
അതില് വിസിറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, ദെൻ പിന്നെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് മാക്സിമം കുട്ടികൾക്ക് നല്ലത്, അല്ലേ? പുറത്ത് ഹോട്ടൽ ഭക്ഷണങ്ങളും കാര്യങ്ങളൊന്നും നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കാം. നമ്മൾ അടുത്ത് പറയുന്ന മീഡിയം ആണ് എയർ. എയർ ആണ് അനദർ മീഡിയം ഫോർ ഇൻഫെക്ഷൻ ഡിസീസ്. ഒരാള് ഇപ്പൊ നമ്മൾ കോവിഡിന്റെ ഒക്കെ സമയത്ത് ഒരാൾ ചുമക്കുമ്പോ തന്നെ നമ്മളപ്പോ തന്നെ അയ്യോ ചുമച്ചു ഒരാള് ഇത്ര എന്താ പറയാ ജേംസ് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവല്ലോ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ നമുക്ക് ചുമ വന്നാൽ പോലും ചുമക്കാൻ പേടിയായിരുന്നു, അല്ലേ? ഓക്കെ, നമ്മൾ എപ്പോഴും ചുമക്കുമ്പോ കർച്ചീഫ് യൂസ് ചെയ്ത് ചുമക്കണം എന്നറിയാലോ. തുമ്മുമ്പോഴും എന്ത് യൂസ് ചെയ്യണം? കർച്ചീഫ് യൂസ് ചെയ്യണം. അല്ലാതെ നമ്മൾ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും ഒരുപാട് അണുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എയറിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ എയറിലേക്ക് സ്പ്രെഡ് ആകുന്ന എന്താണ് ജേംസ് ഏറ്റവും ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകളുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് എൻ്റർ ആവും. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്മ്യൂണിറ്റി കുറവാക്കാണ് കുട്ടികൾക്കാണ്, അല്ലെ? അപ്പൊ അവരെ ആയിരിക്കും മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഈ ജേംസ് അഫക്ട് ചെയ്യുന്നത്. സോ ഈ ജേംസ് എന്ത് ചെയ്യും? അവരുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യും, അവർക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ വരികയും ചെയ്യും. ഓക്കെ, അപ്പോ എയറിലൂടെ നമുക്ക് എന്ത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കഫ്, ഇപ്പൊ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് നല്ല കഫ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അവന്റെ ആ ഒരു ബെഞ്ചിലെ മിക്ക കുട്ടികൾക്കും ഈ സെയിം സിംറ്റംസ് കാണാറില്ലേ? നമ്മളുടെ കുട്ടി ഒന്ന് പനിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചോദിച്ചാൽ മതി, ക്ലാസ്സിൽ ആർക്കെങ്കിലും പനി ഉണ്ടായിരുന്നോ, ക്ലാസ്സിൽ വേറെ ആർക്കെങ്കിലും പനി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അവര് പറയും ഇന്ന ഫ്രണ്ടിന് പനിയായിരുന്നു, അവൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു, പനിയൊക്കെ മാറി എന്ന് പറയും, അല്ലെ? ഓക്കെ, അതേപോലെ കോൾഡ്, കഫ്, മീസിൽസ് എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 5-ാം പനി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. മീസിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5-ാം പനിയാണ്. സ്മോൾ ബോക്സ്, ട്യൂബർകുലോസിസ്, TB കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. സ്മോൾ ബോക്സോ? കേട്ടിട്ടുണ്ട്. ഇതെല്ലാം എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ്. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്, എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾക്കുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പോ എയറിലൂടെ ഒരുപാട് അസുഖങ്ങളുടെ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന ജേംസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മളാണ് കുറച്ച് പ്രിക്കോഷൻസും കാര്യങ്ങളും എടുക്കേണ്ടത്. നമ്മൾ കുറച്ച് കൂടുതൽ എന്താ പറയാ കുറച്ച് പ്രിക്കോഷൻസും കാര്യങ്ങളും എടുക്കണം. കാരണം നമ്മളിപ്പോ ഒരു പൊടിപടലമുള്ള ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഭയങ്കര ഡസ്റ്റി ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ കുട്ടികൾ എന്ത് വിയർ ചെയ്യണം? മാസ്ക് വിയർ ചെയ്ത് കൊണ്ടുപോകണം, അല്ലെ? ഫെസ്റ്റിവൽസിനൊക്കെ പോവാറുണ്ടോ? ഇപ്പൊ ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുന്ന സീസൺ അല്ലേ? മിക്ക സ്ഥലങ്ങളിലും ഉത്സവങ്ങളും ഫെസ്റ്റിവലും പെരുന്നാളും ഒക്കെ ഉണ്ടാവും, അല്ലെ? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ ഡസ്റ്റ് കൂടുതലായിരിക്കും, അല്ലെ? ഭയങ്കരമായിട്ട് ഡസ്റ്റ് ഉണ്ടാവും ആ ഒരു ഏരിയയില്. അപ്പോ ഈ ഡസ്റ്റ് എല്ലാം ജസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസമായി ഞങ്ങളുടെ അടുത്തൊരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ പോയതാ. സോ ഞാൻ പോയപ്പോ മാസ്ക് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, മാസ്ക് വെച്ചിട്ടാ പോയത്. മോനും കൊണ്ടുപോയപ്പോ മോനും മാസ്ക് വെച്ചിട്ടാ പോയത്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു വേറൊരാളും മാസ്ക് വെച്ചിട്ടില്ല, നമ്മൾ മാത്രമാണ് മാസ്ക് വെച്ചിരിക്കുന്നത്, എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല, മാസ്ക് ഒന്നും മാറ്റാൻ പറ്റൂല എന്ന് തന്നെ പറഞ്ഞിട്ട് ഞാനും മോനും ഹസ്ബൻഡോട് പോയി. അവിടെ ചെന്ന് അവൻ ചെറിയ കുട്ടിയാവും, 3 വയസ്സായിട്ടുള്ളൂ. അപ്പൊ അവൻ മാസ്കിന്റെ അവിടെ നനച്ചു എന്നുവെച്ചാൽ വായി കൊണ്ട് തൊട്ടപ്പോ ഒന്നിലൊന്നും ഞാൻ നനഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ എന്താണ് ആ മാസ്കിന് ചുറ്റുമായിട്ട് പൊടി നമുക്ക് കാണാൻ പറ്റും, അഴുക്ക് പോലെ പൊടി കാണാൻ പറ്റും. ഞാൻ കാണിച്ചു കൊടുത്തു, മാഷെ നോക്കി ഒരു മാസ്ക് പൊടി വന്നതാണല്ലോ, ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത്രയും ഡസ്റ്റ് ഇവിടെ ഉണ്ട്, ഇവിടെ എല്ലാവരും എന്ത് ചെയ്തോണ്ടിരിക്കാം? ഈ ഡസ്റ്റ് എടുക്കാണ്, ഇൻടേക്ക് ചെയ്യാണ്, നമ്മൾ എയർ എടുക്കുന്ന പോലെ തന്നെ. അത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോ അടുത്ത ദിവസമോ പിന്നത്തെ ദിവസമായിട്ട് നമുക്ക് തോട്ട് ഇൻഫെക്ഷനും ചുമയും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെയർ ചെയ്യാനായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ മാക്സിമം നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ മാസ്ക് യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള പൊടിപടലങ്ങൾ കൂടുതലുള്ള ഏരിയാസിലേക്ക് പോകുമ്പോൾ, ഫെസ്റ്റിവൽസിന് പോകുമ്പോഴേക്കാം നമ്മൾ മാക്സിമം മാസ്ക് യൂസ് ചെയ്യണം. ഓക്കെ,
ഓക്കെ, ദെൻ അല്ലെങ്കിൽ ഇപ്പം മാസ്ക് ഇല്ലാന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളോട് പറയണം. നമ്മൾ ക്ലാസ്സിൽ കുട്ടികളെയും കൊണ്ട് ഒരു സ്ഥലം വരെ പോവാണെങ്കിൽ, എക്സ്പ്രഷനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പോവാണെങ്കിൽ കുട്ടികളുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിൽ കർച്ചീഫ് ഉണ്ടാവും അല്ലെ? കുഞ്ഞു കുട്ടികളുടെ എല്ലാവരുടെയും കയ്യിൽ കർച്ചീഫ് ഇപ്പൊ നിർബന്ധമായിട്ട് പാരന്റ്സിനോട് ടീച്ചേഴ്സ് പറയാറുണ്ട് കർച്ചീഫ് കൊടുത്തു വിടണമെന്ന്. അപ്പൊ കർച്ചീഫ് ഉണ്ടെങ്കിൽ കർച്ചീഫ് നമുക്ക് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, കർച്ചീഫ് യൂസ് ചെയ്യാം. കാരണം നമ്മളുടെ ഈ എയർ അത്ര ക്ലീൻ അല്ലെങ്കിൽ നല്ല ശുദ്ധവായു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്ര ക്ലീൻ ആയിട്ടുള്ള വായു ഒന്നുമല്ല. ഇതിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മള് കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഓക്കെ ഓക്കെ, എയർ എന്ന് പറയുന്ന പോയിന്റ് ഒരാൾ വായിക്കോ? ആരാ വായിക്കാം? അനിത? മാം എനിക്ക് അങ്ങനെ വായിക്കാൻ അറിയത്തില്ല, അപ്പൊ മിസ്റ്റേക്ക് ഒക്കെ വരും. അതുകൊണ്ട് വേറെ ആരെങ്കിലും. ആണോ? എടാ ഞാൻ മോനെ നോക്കി തന്നെ വിളിച്ചതാണ്. എവിടെയെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ശ്രമിച്ചു നോക്കോ? ഇറ്റ് ഈസ് ദ മെയിൻ മീഡിയം ഓഫ് സ്പ്രെഡിങ് disease when a patient patient cough coughs and sneeze. പറഞ്ഞോ? sneeze. Thousands of germs okay, spread in the air. Okay. They are carried through air and then into the body of the person having less immunity power. അടുത്ത സെന്റൻസ് cold measles, smallpox, tuberculosis, air explains etc. are the examples and spread out air. Okay, out air. നമ്മള് എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ്. അനിത ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ അനിത ഇതിനേക്കാൾ നല്ല സ്പീഡായിട്ട് റീഡ് ചെയ്യും. എനിക്കറിയായിരുന്നു, ഞാൻ 9 വർഷമായി പഠിത്തം നിർത്തിയിട്ട്, അതുകൊണ്ട് എനിക്ക് എല്ലാം മറന്നുപോയി. കുഴപ്പമില്ല, നമ്മളത് ട്രെയിൻ ചെയ്ത് നമ്മളൊരു 10 മാസം ഒരുമിച്ചുണ്ട്. നെക്സ്റ്റ് ഒക്കെ കുറച്ചും കൂടി കഴിയുമ്പോൾ അനിത ഫുൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് റീഡ് ചെയ്യും. നമ്മള് ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഞാനടക്കം ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യും അല്ലേ? നമ്മൾ ബിൽഡ് ചെയ്തെടുക്കും. ഓക്കേടാ? ഇതാടാ സപ്പോർട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നതാണ്. ഈ റീഡിംഗ് ഒക്കെ നമുക്ക് പോസിബിൾ ആകുന്നത് നമ്മുടെ പ്രാക്ടീസിലൂടെ മാത്രമാണ്. ചെയ്യാതെ മാറ്റി വെച്ച് കഴിഞ്ഞാല് നമുക്കത് മറന്നുപോകും. പറഞ്ഞു രമ്യ. ഇപ്പഴാട്ടോ കേറാൻ പറ്റി. ചാപ്റ്റർ ഒന്ന് പറയാമോ? ചാപ്റ്റർ 4 യൂണിറ്റ് പാർട്ട് 1 യൂണിറ്റ് 4 കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്, പേജ് നമ്പർ 16. ഓക്കെ മാം. ഓക്കെ. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ എന്ന് പറയുന്നത് നമ്മൾ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ മീഡിയം ആണ്. ഒരു പേഷ്യന്റ് കഫ് ആൻഡ് സീസ്, കഫ് എന്ന് പറയുന്നത് ചുമയ്ക്കുമ്പോഴും സീസ് തുമ്മുമ്പോഴും thousands of germs spread in the air.
തൗസൻഡ്സ് ആയിരക്കണക്കിന് ജേംസ് ആണ് എയറിലേക്ക് എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മൾ കാണുന്നില്ല എന്നുള്ളൂ. തൗസൻഡ്സ് ഓഫ് ജേംസ് എന്ത് ചെയ്യുന്നുണ്ട്, എയറിലേക്ക് സ്പ്രെഡ് ആകുന്നുണ്ട്. ക്യാരീഡ് ത്രൂ എയറിൽ ക്യാരി ചെയ്തിട്ട് ഏറ്റവും ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള വ്യക്തി, സാധാരണ ഇമ്മ്യൂണിറ്റി പവർ സാധാരണക്കാർക്ക് കുറവ് കുട്ടികൾക്കാണ് അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളുള്ളവർക്കായിരിക്കും. ഗെറ്റ് ഇൻ ടു ദ ബോഡി ഓഫ് ദ പേഴ്സൺ ഹാവിംഗ് ലെസ് ഇമ്മ്യൂണിറ്റി പവർ. ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള ഒരു വ്യക്തിയുടെ ബോഡിയിലേക്ക് ജെംസ് എൻ്റർ ആവും. ദെൻ അത് നമ്മളെ അഫക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള അസുഖങ്ങളാണ് കഫ്. കഫ് എന്താണ്? ചുമ, കോൾഡ്, തുമ്മല്, കോൾഡ്, കഫ് ആൻഡ് കോൾഡ്, മീസിൽസ്, അഞ്ചാം പനി, സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ് എക്സെട്ര ആർ ദ എക്സാമ്പിൾസ്. ആൻഡ് സ്പ്രെഡ് ഔട്ട് എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ് മാം. Animals and other creatures. Okay, animals and other creatures. Animalസിലൂടെ സ്പ്രെഡ് ചെയ്യില്ല അസുഖങ്ങള്? ഇല്ല, സ്പ്രെഡ് ചെയ്യും. സ്പ്രെഡ് ചെയ്യും. ഉണ്ട്. സ്പ്രെഡ് ചെയ്യും. ഫ്ലൈറ്റ്സിലൂടെ സ്പ്രെഡ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ഫുഡ് ഐറ്റംസ് വഴി സ്പ്രെഡ് ആകുന്നത്, ഈച്ചയൊക്കെ വന്നിരിക്കുന്നതിലൂടെ നമുക്ക് എന്ത് സ്പ്രെഡ് ചെയ്യും? അസുഖങ്ങള് വരാനുള്ള ചാൻസ് ഉണ്ട്. മൊസ്കിറ്റോസ് വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ ഏതൊക്കെയാ നിങ്ങൾക്ക് അറിയാവുന്നത്? ഡെങ്കി, മലേറിയ, നിപ്പ, ചിക്കൻഗുനിയ, പിന്നെ മലേറിയ, മലേറിയ. ഓക്കെ, ഇൻഫെക്ഷൻ, മന്ത്, ഡെങ്കിപ്പനി. ഓക്കെ, ഇനി മോസ്കിറ്റോസിലൂടെ പറഞ്ഞു. റാറ്റിലൂടെയൊക്കെയോ? എലിപ്പനി. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ടൈഫോയിഡ് എന്ന് കാണുന്നുണ്ടോ നിങ്ങൾ ഇവിടെ? ഈ ഒരു പോയിന്റിൽ ടൈഫോയിഡ് എന്നുണ്ടോ ഞാൻ ഈ മാറിച്ചുകൊണ്ടിരിക്കുന്നത്? അത് അനിമൽസിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖം അല്ലാണ്ട് ടൈഫോയിഡ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെ സ്പ്രെഡ് ആകുന്ന അസുഖമാണ് ടൈഫോയിഡ്. അതൊന്ന് എഡിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, എഡിറ്റ് ചെയ്തത് അത് മനസ്സിലാഞ്ഞാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ കളഞ്ഞാൽ മതി. ഓക്കെ, ഇനി പെറ്റ് ഡോഗ്സ് വഴി ഇൻഫെക്ഷൻ വരിക. പെറ്റ് ഡോഗ്സ്, റാബിസ്, വിഷബാധയൊക്കെ വരില്ലേ? ഓക്കെ, ഫാം അനിമൽസ് ഏതൊക്കെയാണ്? നമ്മള് പറയില്ലേ, പന്നിപ്പനി, H1N1, പക്ഷിപ്പനി കേട്ടിട്ടുണ്ടോ? പക്ഷിപ്പനി പക്ഷികളിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഒന്ന് പക്ഷിപ്പനി. വേറെ ഏതെങ്കിലും അസുഖങ്ങൾ അറിയോ ബേർഡ്സിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന? അല്ലെ? ഇനിയിപ്പോ വെക്കേഷന്റെ ഒക്കെ ടൈം എന്ന് പറയുമ്പോ മാങ്ങയുടെ ഒക്കെ സീസൺ അല്ലേ? അല്ലെ, ഞങ്ങളുടെയൊക്കെ നാട്ടില് മാങ്ങയുടെ സീസൺ വരാൻ പോകുന്നുള്ളൂ. ഇപ്പൊ കണ്ണിമാങ്ങ, പച്ചമാങ്ങയുടെ ഒക്കെ സീസണാ. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കേഷൻ ആവുമ്പോ എന്താണ്, നല്ല മാമ്പഴത്തിന്റെ സീസണാ. ഈ ടൈമിൽ കുട്ടികള് മാമ്പഴം പറിക്കാൻ പോകും അല്ലെ? എല്ലായിടത്തും ഉള്ളതല്ലേ? അപ്പൊ ഈ മാമ്പഴം മേ ബി എന്തെങ്കിലും കൊത്തിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് അവരോട് കഴിക്കരുത് എന്ന് പറയണം. കാരണം നിപ്പ പോലുള്ള എന്താ പറയാ വൈറസും കാര്യങ്ങളൊക്കെ അതിൽ വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ രാത്രി കാലങ്ങളിൽ ഈ വവ്വാലൊക്കെ കഴിച്ചിട്ടുണ്ടാവും. സോ അപ്പൊ എന്താണ്, മാക്സിമം അങ്ങനെയുള്ളത് കഴിക്കരുത്. ഫ്രഷ് ആയിട്ടുള്ളത് വേണം, നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ ഓക്കെ അപ്പോ അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് അനദർ മീഡിയം ഓഫ് എന്താണ്, ഇൻഫെക്ഷൻ ഡിസീസ് മറ്റൊരു മീഡിയം ആണ്. ഇനി ഇംഗ്ലീഷിൽ ആർക്ക് വേറെ ആർക്ക് വായിക്കാൻ അറിയാത്തത്? കുറച്ച് വായിക്കും മിസ് എന്നൊക്കെ പറയുന്നവര് ആരെങ്കിലും ഉണ്ട് അങ്ങനെ? ഇല്ല, മിണ്ടാതെ ഒന്നിരിക്കേണ്ട കേട്ടോ, നിങ്ങൾ മുന്നോട്ട് വര തന്നെ വേണം. ഞാൻ വായിച്ചു നോക്കാം മിസ്സേ, ശ്രമിച്ചു നോക്കാം. ഓക്കെ, സ്നേഹ വായിച്ചോ? Drinks like water, ice and sorbet. In the market,
tea, coffee, sorbet are sold in the open. Animals and other creatures പാടാ. ഞാൻ സ്നേഹമോട് അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് വായിച്ചു കേട്ടോ. മോനെ അടുത്തത് വായിക്കേണ്ട സ്നേഹ കേൾവി. ശരി. Animals and other creatures. Besides flies, mosquitoes, insects, rat, and other creatures like pets, dogs, farm animals, and even birds are responsible for caring for infection. Filariasis, malaria, plague, cholera, trach, fever, etc. ഓക്കെ, ഇതിൽ ഏകദേശം കേട്ടിട്ടുണ്ടെന്ന് തോന്നണല്ലേ എല്ലാ അസുഖങ്ങളും. ഫിലാരിസിസ് എന്ന് വെച്ചാൽ മന്താണ്, മലേറിയ കേട്ടിട്ടുണ്ടാവും, പ്ലേഗ് കേട്ടിട്ടുണ്ടാവും, കോളറ കേട്ടിട്ടുണ്ടാവും. എന്താ ഫ്രഞ്ച് ഫീവർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലാലോ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ജീവി സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ് ഫ്രഞ്ച് ഫീവർ. ജീവിയുടെ അടുത്ത് കാണിച്ചു തരാം. ബോഡി ലൂസ് എന്നൊക്കെ പറയും, ലോ എന്നൊക്കെ പറയും. വലുതാക്കി കാണിക്കുന്നതാണ് ഇമേജ്. വളരെ ചെറിയ ജീവിയാണ്. കണ്ടിട്ടുണ്ടോ? ഇത് നമ്മൾ എല്ലാരും അറിയുന്ന പേനല്ലേ? അഫ്കോഴ്സ്. അപ്പോ ഇതിലൂടെ എന്ത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്? അസുഖങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഈ ഫ്രഞ്ച് ഫീവർ എന്ന് പറയുന്ന അസുഖം വരാനായിട്ട് ഈ ബോഡി ലൂസ് കാരണമാണ്. ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു ക്ലാസ് എടുക്കാനായിട്ട് പോവാം. ആ ക്ലാസ്സിൽ ഒരു കുട്ടീനെ മാത്രം മാറ്റി നിർത്തിയിരിക്കാം. എന്നിട്ട് ഓക്കെ നോക്കാം. അപ്പൊ ഒരു കുട്ടീനെ മാത്രം ആ കുട്ടിയുടെ അടുത്ത് ആരും ഇരിക്കുന്നില്ല, മാറി നിൽക്കാം. അത് ഞാൻ പറഞ്ഞു, കുട്ടികളെ ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത്. എന്താന്നൊക്കെ അറിയില്ല, എന്തുകൊണ്ടാണ് ആ കുട്ടികൾ മാറി നിൽക്കണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ മക്കളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കുട്ടിയുടെ അടുത്തെത്താത്തത്, നിങ്ങൾ മാറിയിരിക്കുന്നത്, അവള് ബാക്ക് ബെഞ്ചിലിരിക്കാം. അപ്പൊ അവര് പറഞ്ഞു, മിസ്സേ അവളെ തല നിറച്ച് പേന, അതുകൊണ്ട് ഞങ്ങൾ മാറിയിരിക്കാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ അതങ്ങനെ? അതൊക്കെ നോർമൽ അല്ലേ, എല്ലാവർക്കും ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അത് ഉപദേശിച്ചിട്ട് ഞാൻ ആ കുട്ടിനെ ഒന്ന് ശ്രദ്ധിച്ചു. ആദ്യമായിട്ടാണ് ആ കുട്ടിനെ കാണുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോ എന്താണ്, ആളുടെ ഞാൻ പറഞ്ഞ പിള്ളേര് പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. അത് നിറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഈ ബോഡി ലൂസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നിറച്ച് ഈര് പോലത്തെ ഫുള്ളായിട്ട് ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമാണ്, നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഈ കഴുത്തിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വളരെ എന്താ പറയാ ഭയങ്കര പൊട്ടയും ചുമന്ന കുരുക്കളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട്. ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് മുടി ഒന്ന് മാറ്റി നോക്കി കഴിഞ്ഞപ്പോ ഈ ഒരു ഫുൾ ഭാഗത്തേക്ക് ഈ ഇൻഫെക്ഷൻ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുക. റെഡ് കളറിലെ കുഞ്ഞു കുരുക്കളും അത് ചിലതൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് പൊറ്റയും കാര്യങ്ങളും മൊഴിയും പിന്നെ എന്താ പറയാ താരനല്ല പറയാൻ പറ്റില്ല, അതേപോലെ അല്ല, അതിനേക്കാളും ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആ കുട്ടീനെ കാണുന്നത്. അന്ന് പഠിക്കുന്നത് 2ാം ക്ലാസ്സിലാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം അത്രയും ഉണ്ട്. ഞാൻ ചോദിച്ചു, വീട്ടിലാരും ഇല്ലേ? നമ്മളൊക്കെ ചോദിക്കും, പാരന്റ്സ് ആരെങ്കിലും ഇല്ലാത്ത കുട്ടികളാണ് സാധാരണയായിട്ട് ഇങ്ങനെയൊക്കെ കാണാറ്. ഞാൻ ചോദിച്ചു, പാരന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. അമ്മച്ചനും വർക്കിംഗ് ആണ്, വർക്കിംഗ് പാരന്റ്സ് ആണ്. അപ്പൊ ഒരു രാത്രിയാണ് അമ്മയും അച്ഛനും വരുന്നത്. ഒരു 8 മണിയൊക്കെ കഴിയും വീട്ടിൽ വരുമ്പോ. അതുകൊണ്ടായിരിക്കാം, ശ്രദ്ധിക്കാൻ പറ്റാത്തതായിരിക്കാം. ഞാൻ എന്ത് ചെയ്തു, ആൾക്ക് ചേച്ചി ഉണ്ട്. അവളന്ന് ചേച്ചി 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ വിളിച്ചുവിട്ട് ചോദിച്ചു, ചേച്ചിനോട് ചോദിച്ചു, എന്തുകൊണ്ട് അവളെ ശ്രദ്ധിക്കാതെ ചോദിച്ചു. അവള് വിളിച്ചാലൊന്നും വരില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവർക്ക് നല്ല രീതിയിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, ഡോക്ടറെ എന്തായാലും കാണിക്കണം, അടുത്ത ദിവസം തന്നെ കാണിക്കണം. പാരന്റ്സിന്റെ നമ്പർ വാങ്ങിച്ച് ഞാൻ വിളിച്ചു, സംസാരിച്ചു. പാരന്റ് എന്ത് ചെയ്തു, കുട്ടിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ഈ ഒരു അവസ്ഥ കണ്ടപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തെന്ന് വെച്ചാല് അന്ന് തന്നെ മുടി ഫുള്ളായിട്ട് കളയണം എന്ന് പറഞ്ഞു. കാരണം അത്രയും ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് കുട്ടിക്കുന്നത്. അത്രയും അപ്പൊ മുടി ഫുള്ളായിട്ട് കളയണം എന്ന് പറഞ്ഞു. എന്നിട്ട് മെഡിസിൻ എഴുതി ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു.
ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം കുറെ നാൾ കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ് ഒരു ക്രീമൊക്കെ ഉണ്ടായിരുന്നു, ക്രീമൊക്കെ പറ്റാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 weeks ഒക്കെ കഴിഞ്ഞപ്പോൾ ആളുടെ ആ ഒരു ഇൻഫെക്ഷന്റെ ആ ഒരു ഇത് കുറഞ്ഞു. എന്നുവെച്ചാൽ നമുക്ക് കണ്ടാൽ തന്നെ വിഷമം തോന്നും. അത്രയും ചെറിയൊരു കുട്ടിയാണ്, കുഞ്ഞു കുട്ടിയാണ്. ആളെ കണ്ടാൽ 2ാം ക്ലാസ്സിലാണെങ്കിലും അത്രയൊന്നും പ്രായം തോന്നിക്കില്ല. ഒരു UKG-യിലൊക്കെയാണ് തോന്നുള്ളൂ, UKG LKG ആ ഒരു ഏജ് ഒക്കെ തോന്നുള്ളൂ. ആള് നല്ല വീക്കാണ്, ആരോഗ്യം വളരെ കുറവാണ്, അപ്പോ ഭയങ്കരമായിട്ട് വീക്കുമാണ്. അപ്പൊ കണ്ടപ്പോ ഫുള്ളായിട്ട് മുടി കളഞ്ഞു. അപ്പൊ എന്ന് വെച്ചാല് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ എനിക്ക് തോന്നുന്നു ആളിപ്പോ 4th സ്റ്റാൻഡേർഡിൽ അങ്ങാണ്ട പഠിക്കുന്ന ഈ സമയത്ത് ഇപ്പൊ. അപ്പോ ആള് ഓക്കെയാണ് ഇപ്പൊ, മുടിയൊക്കെ വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെ നല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ആള് അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ ബോഡിയിൽ ചെറിയൊരു ജീവിയല്ലേ, അത് എന്ത് ഡിസ്റ്റർബൻസ് കൊണ്ടുവരാനാ, അതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മളെപ്പോഴും കുട്ടികൾക്ക് മുടി എന്ത് ചെയ്ത് കൊടുക്കണം, കോമ്പൊക്കെ ചെയ്ത് ക്ലീൻ ഒക്കെ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. ഓക്കെ, അത് ചിലപ്പോ നിങ്ങൾ കേട്ടപ്പോ ആദ്യത്തെ ഇൻസിഡന്റ് ആണെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇതേ സിറ്റുവേഷനിലൂടെ ഒരുപാട് പേര് കടന്നു പോകുന്നുണ്ട്. അപ്പൊ ചിലപ്പോ നമുക്ക് പരിചയമുള്ളവരാരെങ്കിലും ഇതേ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. നമ്മളെല്ലാവരും എന്ത് ചെയ്യാം, സാധാരണയായിട്ട് അവരാണ് മാറ്റി നിർത്തും. അയ്യോ ആ കുട്ടിയുടെ തലയിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ അടുത്തൊന്നും നിർത്തില്ല. അപ്പോ ആ ഒരു ജീവി കാരണം വരുന്ന അവരുടെ സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ കാര്യങ്ങളെക്കാൾ കൂടുതൽ അവരെ മാനസികമായിട്ട് ആ ഒറ്റപ്പെടുത്തൽ വളരെയധികം അഫക്ട് ചെയ്യും. ഇല്ലേ, കുഞ്ഞു കുട്ടിയെ ഞാൻ നോക്കുമ്പോ അവളിൽ നിന്ന് കരയാം, ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം അവളുടെ ഒരു കുറ്റം കൊണ്ടല്ല അങ്ങനെ ഒരു കാര്യം അവളുടെ തലയിൽ വന്നത്. പക്ഷെ അവള് എന്താണ് മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുമ്പോൾ അവൾ മെന്റലിയും കൂടി അവിടെ എന്ത് ചെയ്യാണ്, അവരെ വീക്കാക്കുകയാണ്. അപ്പൊ ശ്രദ്ധിക്കണോണ്ട് എല്ലാവരും. ഓക്കെ, ഓക്കെ ആണോ? അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിലൂടെ സ്പ്രെഡ് ചെയ്യുമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഡ്രിങ്ക്സ് ലൈക്ക് വാട്ടർ, ഐസ്, സർബത്ത്, സോർബറ്റ് ഒക്കെ. ആരൊക്കെയാണ് പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർബത്തൊക്കെ കുടിക്കാറ്? ചേട്ടൻ സർബത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കുടിക്കാറുണ്ടോ? പണ്ട് നമ്മുടെ പ്രേമ സിനിമ ഇറങ്ങിയ സമയത്ത് എന്തായിരുന്നു, സർബത്ത് ഭയങ്കരമായിട്ടൊരു ട്രെൻഡായിരുന്നു അല്ലെ. സർബത്തും കസ്കസും അല്ലെ, അത് ട്രെൻഡായിരുന്നു അല്ലെ. പക്ഷെ പണ്ടത്തെ സർബത്തൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് അതേ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ലാന്നാ തോന്നുന്നേ. കാരണം ഫുൾ ഷുഗറാണ്, ഷുഗർ സിറപ്പാണ്. പിന്നെന്താ പറയാ, നമുക്കത് ക്ലീൻഡ് ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് മാത്രം നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കാം. അതേപോലെ ഈ സ്റ്റോളുകൾ അല്ലെങ്കിൽ തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കാറുണ്ടോ? തട്ടുകടകളിൽ നിന്ന് ചായ കുടിക്കാറുണ്ടോ? കുടിക്കാറുണ്ട്. ഞാൻ കുടിക്കാറില്ല കേട്ടോ. എന്റെ പ്രശ്നമാണ്, ഞാൻ കുടിക്കാറില്ല, എനിക്ക് ഇഷ്ടമല്ല. കാരണം ഞാൻ അവിടെ ചെന്നിട്ട് നോക്കും, ആ പരിസരമൊക്കെ നോക്കും. അത് കഴിയുമ്പോ അവരുടെ അരിപ്പ ഉണ്ടല്ലോ, ചായയൊക്കെ എടുക്കുന്ന അരിപ്പയും കാര്യങ്ങളൊക്കെ നോക്കും, ഗ്ലാസ് നോക്കും. അതൊക്കെ കഴിയുമ്പോ തന്നെ എനിക്ക് പിന്നെ കഴിക്കാൻ തോന്നില്ല. ഞാൻ പറയും വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് പറയണ്ട. ഞാൻ കുടിക്കുമ്പോഴും ഞാൻ മാറിക്കാറാ പതിവ്. കാരണം എനിക്ക് പറ്റൂല. എനിക്ക് അത്രയും എന്താ പറയാ, നമ്മള് വീട്ടിലാണെങ്കിൽ പോലും ഗ്ലാസ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കുള്ളൂ. സോ നമ്മളത് നോക്കണം, ക്ലീൻഡ് ആണോ അല്ലയോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാം. എന്നിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യാനായിട്ട്, യൂസ് ചെയ്യാനായിട്ട്. അതേപോലെ പുറത്തുനിന്ന് പോയി കഴിഞ്ഞാല് വെള്ളം, ഐസും, സോർബറ്റ്, സർബത്ത്, ജ്യൂസ്, ഇന്ന് ജ്യൂസുകൾ അവൈലബിൾ ആണല്ലേ. അതൊക്കെ എന്താണ്, നമ്മള് ക്ലീൻഡ് ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചു കൊടുക്കുക. അല്ല, നമ്മൾ കുട്ടികളെ കൊണ്ട് പുറത്ത് പോകുമ്പോ എല്ലാ അമ്മമാരും ഒരു കുപ്പി വെള്ളം ബാഗിൽ ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ. പിന്നെ ഈ നമുക്ക് പറയാൻ പറ്റില്ല, ജ്യൂസും കോഫിയും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന വെള്ളം ടാപ്പ് വാട്ടർ തന്നെയാണോ എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടേണേ. റീല് കണ്ടത് എന്ന് പറയുമ്പോ എന്താ പറയാ, റീല് കാണുന്നത് ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് റീല് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ പണ്ട് നമ്മളുടെയൊക്കെ നാട്ടില് ഐസ്ക്രീം കൊണ്ടുവന്നിരുന്നത് ഓർമ്മയുണ്ടോ? കുൽഫി, പാൽ ഐസ്ക്രീം ഒക്കെ വന്നിരുന്നത് മലയാളികൾ തന്നെയായിരുന്നല്ലേ അത് വിൽക്കാനൊക്കെ കൊണ്ടുവന്നിരുന്നത് അല്ലേ? അതെ അതെ. നമുക്ക് അതൊരു പ്രത്യേക ടേസ്റ്റും ആയിരുന്നു അല്ലെ. പക്ഷെ ഇന്ന് അത് കൊണ്ടുവരുന്നത് ആരാണ്? ഹിന്ദിക്കാരാണ്.
അല്ലെ? ഞങ്ങളുടെ ഇവിടേക്ക് ഹിന്ദിക്കാരത് കൊണ്ടുവരും. അപ്പോ ഞാനൊരു റീല് കണ്ടതാ, നമ്മളിങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് ഒരു റീല് കണ്ടതാ. എന്നുവെച്ചാൽ ഈ ഐസ്ക്രീം പ്രിപ്പയർ ചെയ്യാം, അവർ ടോയ്ലറ്റിന് വെള്ളം എടുക്കുന്നു, അത് എന്തൊക്കെയോ മിക്സ് ചെയ്യുന്നു, അതിലെന്തൊക്കെയൊക്കെ മിക്സ് ചെയ്ത് അവരെ ഒരു അച്ചിലേക്ക് ആക്കുന്നു, പിന്നെ എന്തോ ഫ്രീസറിലേക്ക് വെക്കുന്നത് പോലെയൊക്കെ ആയിട്ടൊരു റീല്. അതോടെ എനിക്ക് ഐസ്ക്രീമിനോടുള്ള ഒരു താല്പര്യം കുറെ നാൾക്ക് അങ്ങോട്ട് പോയി. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവരെന്ത് ചെയ്യുന്നു, അത് പാക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ചുറ്റും. ഒന്നില്ലെങ്കിൽ ഐസ്ക്രീം ഒക്കെ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുത്തൂടെ? ഇന്ന് അമ്മമാർക്ക് എന്തായാലും അറിയാത്തത്, എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാൻ അറിയാം. യൂട്യൂബ് എന്ന് പറയണ യൂട്യൂബ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഇന്റർനെറ്റിന്റെ ഹെൽപ്പോട് കൂടി ലോകത്തെ ഏതൊരു വിഭവവും നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്തിനാ പുറത്തുപോയി വാങ്ങിച്ചു കൊടുക്കുന്നേ, അല്ലേ? എന്നുവെച്ചാല് ബ്രാൻഡഡ് ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം. ഐസ്ക്രീംസ് ഒക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ നോക്കാം. ഈ നമ്മളിങ്ങനെ പൊട്ടിക്കൊണ്ട് വരില്ലേ, എന്നുവെച്ചാല് ജസ്റ്റ് വീടുകളിലൊക്കെ ഇങ്ങനെ ബോക്സിൽ വിൽക്കാനായിട്ട് കൊണ്ടു നടക്കില്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളവരുടെ നിന്ന് ഒന്നും വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ നോക്കാം. ഓക്കെ. പിന്നെ ഓപ്പൺ ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് ചായ, കോഫി, ടീ, സർബത്ത് ഒന്നും വാങ്ങിച്ചു കൊടുക്കരുത്. ഓക്കെ, വാങ്ങിച്ചു കൊടുക്കൂലോ? കൊടുക്കൂല. അതാരാണ്? ജോസ്നിയോ? എന്താടാ ഇത്, എന്തെങ്കിലും പറയാനില്ല? പറയാനുണ്ട്. അപ്പൊ മെസ്സേജ് അയക്കാൻ നോക്കിട്ട് ഇത് പറ്റുന്നില്ല. ഇന്നലെ രാവിലെ ആയപ്പം ഇതിലെ റോഡിലെ കൂടി വണ്ടി പോയി. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഐസ്ക്രീം വേണം. അപ്പൊ എന്നോട് പറഞ്ഞു, കാരണം എനിക്കൊരു സാധനം കിട്ടില്ലെങ്കിൽ മുഖം വീർപ്പിച്ചിരിക്കുന്ന സൈസാ. പോയിട്ട് എന്നോട് പറഞ്ഞു വരുമ്പോ വാങ്ങാന്ന് പറഞ്ഞു. ഇന്റെ തിരിച്ച് വന്നു കഴിയുമ്പം എന്നോട് പറഞ്ഞു ഐസ്ക്രീം വാങ്ങിത്തരാത്തതിന്റെ കാരണം അവര് തോട്ടിത്തെ വെള്ളം ഉപയോഗിച്ചിട്ടാ ഉണ്ടാക്കുന്നത്, അത് ശരിക്കും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരൂലേ? ആ പന്നീന്റെ വേസ്റ്റ് ഒക്കെ തോട്ടിലാ ഇടുന്ന, അതുവഴി ഒഴുകി വരുന്ന വെള്ളം ബക്കറ്റിൽ എടുത്തിട്ട് ഐസ് ഉണ്ടാക്കുന്ന, അതുകൊണ്ട് അത് കഴിക്കണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അന്ന് ഇത് ന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞൊരു ഇൻസിഡന്റ് ഇല്ലേ, ഈ ഐസ്ക്രീം പ്രിപ്പയർ ചെയ്യുന്ന രീതി കാണിച്ചിട്ട് ഭയങ്കരമായിട്ട് ന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മള് പുറത്തുനിന്ന് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ലേ, എല്ലാ തട്ടുകടകളെയും ഞാൻ ഒരുമിച്ച് പറയില്ല കേട്ടോ. നന്നായിട്ട് പാചകം ചെയ്ത് കൊടുക്കുന്ന തട്ടുകടകളുണ്ട്, നല്ല വൃത്തിയോടുകൂടി നല്ല ഭംഗിയില് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന തട്ടുകടകളുണ്ട്. ചില തട്ടുകടകളിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ആൾക്കൂട്ടങ്ങളുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ സ്റ്റാൻഡുകളുടെ ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ അടുത്തായിരിക്കും ഈ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ പോയിട്ടുണ്ടാവും. നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവും. ഓക്കെ, അപ്പൊ നല്ല ഒരു സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല, ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓപ്പൺ ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് ടീയും സോർബറ്റും ഒന്നും വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ നോക്കാം. ഓക്കെ, ഡ്രിങ്ക്സ് ലൈക്ക് വാട്ടർ, ഐസ് ആൻഡ് സോർബറ്റ്, അതാ സർബത്ത്. ഓക്കെ, അതാരാ വായിക്കുന്നേ? വായിച്ചു സ്നേഹ. Drinks like water, ice and sorbets. In the market, tea, coffee, sorbets are sold in the open. These are contaminated by dust and other dirt particles. Dysentery, cholera, fever, typhoid, etc. are diseases which spread through the media. ഓക്കെ, മേരി ഇതിൽ പറയാൻ ചേടാ? ഇല്ല. ഇനി ഡ്രിങ്ക്സ് ലൈക്ക് വാട്ടർ, ഐസ് ആൻഡ് സോർബറ്റ്, ദെൻ ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ്. നമ്മളെ വീട്ടിൽ നിന്ന് കുട്ടികളെ കളിക്കാൻ വിടില്ലേ? കളിക്കാനൊക്കെ വിടുമ്പോ നമ്മൾ കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടായിരിക്കും വിടുന്നത്, അല്ലെ?
തിരിച്ചു വരുമ്പോ അവരെങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും നേരെ വിപരീതമായിരിക്കും. നല്ല പൊടിയും കഴിക്കും കാലുമൊക്കെ ഉണ്ടാവും അല്ലെ. നമ്മൾ എന്താ ചെയ്യാ, അവരോട് പറയാറില്ലേ നല്ല രീതിയിൽ ബോഡി വാഷ് ചെയ്തിട്ട് മാത്രം അകത്തോട്ട് കയറാം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ കൈ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാൻ പറയാറില്ലേ? ഉണ്ട്. എന്നാലും ഈ അണുക്കള് ഇതൊക്കെ നമ്മൾ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കണം. അത് കയ്യുമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കണം. അതേപോലെ കുഞ്ഞു കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യുന്നത് എന്ന് ശീലിപ്പിക്കണം. ഓക്കെ, എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യേണ്ടത് എന്നത് നമ്മൾ എന്ത് ചെയ്യണം? ചെറുപ്പം മുതലേ അവരെന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു കൊടുക്കണം. ത്രൂ ആക്ഷൻ സോങ്സിലൂടെ പറഞ്ഞു കൊടുത്തൂടെ അല്ലേ? ആക്ഷൻ സോങ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹാൻഡ് വാഷ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? നിങ്ങൾക്ക് അറിയോ അങ്ങനെ ആക്ഷൻ സോങ്സ്? രഞ്ജുഷ പറഞ്ഞോടാ. വാഷ് യുവർ ഹാൻഡ്സ് ഒക്കെ പാടിയിട്ട് രഞ്ജുഷ എന്താണ്? വാഷ് യുവർ ഹാൻഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടെ സോങ്സ് പാടിയിട്ടൊക്കെ. ഓക്കെ ഓക്കെ, വാഷ് യുവർ ഹാൻഡ്സ് അറിയോ? അത് കുട്ടികള് വീട്ടില് പാടുന്നുണ്ടാവും അല്ലെ? ഓക്കെ, അപ്പൊ നമുക്കൊരു ആക്ഷൻ സോങ് നോക്കിയാലോ? ഞാൻ പറഞ്ഞില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വരോ? ഓക്കെ, മാക്സിമം എല്ലാവരും ആക്ഷൻ സോങ്, ഇപ്പൊ ഇൻക്ലൂഡിങ് മലയാളം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ്, ആ ലാംഗ്വേജിലൂടെ നമ്മള് ഹാൻഡ് വാഷ് ഒരു ഹെൽത്തി ഹാബിറ്റ്സിന്റെ ആക്ഷൻ സോങ് പ്രിപ്പയർ ആയിട്ട് വരണം. ഓക്കെ, ഹെൽത്തി ഹാബിറ്റ്സ് ആയാലും കുഴപ്പമില്ല, ഹാൻഡ് വാഷ് ആയാലും കുഴപ്പമില്ല. ഹാൻഡ് വാഷ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. മെയിൻ പോയിന്റ്സ് ഒന്ന് മാർക്ക് ഇതാവോ? ടെക്സ്റ്റ് ബുക്കിൽ എഴുതി എന്നിട്ടാ അങ്കിത. ഓക്കെ ഓക്കെ, ജസ്റ്റ് ഇവിടെ നിന്നൊക്കെ ഈ ഫുഡിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങള് ഇതിനെ മാർക്ക് ചെയ്തിട്ടേക്കാം. ലാസ്റ്റ് ആവുമ്പോൾ പോർഷൻ തീർന്നിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സിലൂടെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണോട് കാണാൻ പറ്റാത്ത കൈ നമ്മൾ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ ഹാൻഡിൽ എന്തുണ്ടാവും? അണുക്കൾ ഉണ്ടാവും. അത് നമ്മൾ കാണുന്നില്ല. സോ നമ്മളത് അതേ ഹാൻഡ് യൂസ് ചെയ്ത് നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഫുഡിലൂടെ ആ ഒരു അണുക്കൾ നമ്മുടെ ബോഡിയിലേക്ക് ഈസിലി എൻ്റർ ആവില്ലേ? അപ്പോ ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ് എന്ന് പറയുന്നത് അടുത്തൊരു മീഡിയം ഓഫ് ഇൻഫെക്ഷൻ ഡിസീസ് ആണ്. Children should be trained to wash their hands and feet constantly, especially after any travel or sports. നമ്മൾ പുറത്തൊക്കെ പോയതിനു ശേഷം, അതേപോലെ സ്പോർട്സ് നമ്മൾ പ്ലേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഹാൻഡ്സ് നല്ല രീതിയിൽ വാഷ് ചെയ്യണം. There are thousands of germs in soil. നമ്മൾ കാണാത്ത ഒരുപാട് അണുക്കൾ നമ്മുടെ മണ്ണിലുണ്ട്. After playing with soil, children may take food without washing their hands properly. കുട്ടികള് കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹാൻഡ്സ് വാഷ് ചെയ്യാണ്ട്, പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യാണ്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഈ ജേംസ് എന്ത് ചെയ്യും? Thus germs get into the body and bring disease. ഈ ജേംസ് നമ്മുടെ ബോഡിയിലേക്ക് ഈസിലി എൻ്റർ ആക്കുകയും പിന്നെന്താണ്? നമ്മൾ അസുഖങ്ങൾ വരുത്താനായിട്ട് കാരണമാകുകയും ചെയ്യും. ഡിസീസ് ലൈക്ക് പോളിയോ കേട്ടിട്ടുണ്ടോ? പോളിയോ എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. ജസ്റ്റ് നോട്ട് ചെയ്ത് പോയാൽ മതി. ഡിസീസ് ലൈക്ക് പോളിയോ, ഡിസെൻട്രി, ടെറ്റനസ് എക്സെട്ര ആർ ട്രാൻസ്മിറ്റഡ് ദിസ് വേ. ഈ വേയിലൂടെയാണ് ഈ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത്. ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ് പോളിയോ, ഡിസെൻട്രി, ടെറ്റനസ്. ഓക്കെ, ഡിസെൻട്രി എന്ന് വെച്ചാൽ എന്താണ്? ലൂസ് മോഷന്റെ വേറെ പേരാടാ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ടെൻഷൻ അടിക്കേണ്ട, എന്താണ് ഡിസെൻട്രി എന്നൊക്കെ വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. ലൂസ് ആൻഡ് അബ്നോർമൽ മോഷൻ നമ്മൾ പറയുന്ന ഒരു പേരാണ്. ടെറ്റനസ് എന്ന് പറഞ്ഞാൽ TT ഒക്കെ എടുക്കാറില്ലേ? ചെറിയ മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാല്
ഈ ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് TT എടുക്കുന്നത്. പിന്നെ പോളിയോ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഓക്കെ. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യത്തെ പാരഗ്രാഫിൽ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടോ അനിത? ഇല്ല. Okay. Children get various kinds of disease due to absence of dash. Absence of immunity. Immunity കുറവ് കാരണമാണ് കുട്ടികൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസ് വരുന്നത്. നമുക്ക് ഡിസീസ് നമ്മൾ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിട്ടാണ് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കണ്ടീജിനിയസ് ഡിസീസും ഇൻഫെക്ഷൻ ഡിസീസും. Contagious disease spread from one person to another through contact. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കോണ്ടാക്റ്റിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ്. The germs of this disease are very strong, spread easily and critically. അതവിടെ നോക്കാം. പിന്നെ medium of infection disease are food, water, air. ഫുഡ് വാട്ടർ എയറിലൂടെയാണ് മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. ഫുഡ് ഐറ്റംസിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്ന മേജർ കാരിയർ ആരാണ്? ഫ്ലൈസ് ആണ്. പിന്നെ എന്താണ് എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളുടെ പേര് എയർബോൺ ഡിസീസുകൾ അങ്ങനെ പറയൂ കേട്ടോ. എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ നമ്മൾ ചെറുതാക്കി പറയുന്ന പേരാണ് എയർബോൺ ഡിസീസ്. ഓക്കെ. അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് പേരുകൾ നോക്കി വെക്കുക, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ വാട്ടർ അത് നോക്കുക, പേരുകൾ ഏതൊക്കെ അസുഖങ്ങളാണ് ഏത് മീഡിയത്തിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളത്. പോളിയോ, ഡിസെൻട്രി ഒക്കെയാണ് ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ. ഓക്കെ, ഇത്രയുമാണ് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവരും ഒന്ന് ഓവറോൾ ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ പോർഷൻ. ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കട്ടാ. ഫുൾ ആയിട്ട് റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. മാം ഈ ടെക്സ്റ്റ് കിട്ടാത്തവരെന്താ ചെയ്യാ? ലെക്ചർ നോട്ട് എഴുതിയെടുക്കാടാ, അല്ലെങ്കിൽ ഇപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കാം. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഫോട്ടോ കണ്ടില്ലേ, അത് ഷെയർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ലെക്ചർ നോട്ടില്. ഞാൻ ഇന്നാണ് പുതിയ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതേ. ആണോ? ആദ്യമായിട്ട് കയറിയതാണോ? ആദ്യമായിട്ടാണ് ഞാൻ കയറിയത്. പേരെന്താണ്? രമ്യ. എന്റെ പേര് രമ്യ എന്നാണ്. ഓക്കെ, ഞാനത് കഴിഞ്ഞ ദിവസം എല്ലാവരെയും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യായിരുന്നു? വർക്കിംഗ് ആണോ? SBI ലൈഫിൽ വർക്ക് ചെയ്യുന്നത്. എവിടെ വീട്? നാട്? സ്ഥലം അഞ്ചൽ മാം. അഞ്ചൽ. ഓക്കെ. മൃദുല ആദ്യമായിട്ടാണോ ജോയിൻ ചെയ്യണേ? ഞാനും ആദ്യം മൃദുല. മിഥുന. PG മോണ്ടിസോറിയുടെ ടെക്സ്റ്റ് അല്ലേ പറഞ്ഞത്? രമ്യ പറഞ്ഞേടാ. PG മോണ്ടിസോറി എന്നല്ലേ പറയണ്ടേ ടെക്സ്റ്റിന് നമ്മൾ മേടിക്കണ്ടേ? ഇത് ഡിപ്ലോമയുടെ ടെസ്റ്റ് തന്നെയാണ്. ഡിപ്ലോമക്കാർക്ക് 3 ടെസ്റ്റും PGക്കാർക്ക് ഒരു ടെസ്റ്റും കൂടി എക്സ്ട്രാ ഉണ്ടെന്നുള്ളൂ. അതെ, 5 മോഡ്യൂൾസ് അല്ലേ പഠിക്കണ്ടല്ലോ PGക്കാർക്ക്? 5 മോഡ്യൂൾസ് ആണ് പഠിക്കുന്നത്. അല്ല, എന്നോട് അങ്ങനെ പറഞ്ഞത് 1850 രൂപയാകും ടെക്സ്റ്റിന്. ഇന്ന് അയച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചതേ. ഈ റേറ്റിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ടെസ്റ്റിന്റെ വില അതൊക്കെ നമ്മൾ നിങ്ങള് കോളിംഗ് സെഷനായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, PROs ഒക്കെ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഒരു പേരുണ്ടായിരുന്നു ചേട്ടൻ ജോയിൻ ചെയ്ത? ഓക്കെ, ജോയിൻ ചെയ്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ട് എടുത്ത ചാപ്റ്റർ ആണ് കേട്ടോ. മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ, അൻസീല. ഞാന് എങ്ങനെ പേര് പറഞ്ഞു? അല്ല, മനസ്സിൽപ്പെട്ടോ?
എന്റെ സ്ഥലം കണ്ണൂരാണ്. ആ ഓക്കേടാ. എന്താ ക്വാളിഫിക്കേഷൻ? ഞാൻ +2 കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചില്ല, എന്റെ കല്യാണം കഴിഞ്ഞു. ഇത്രയും ഗ്യാപ്പ് വന്നിട്ട് പഠിക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഉള്ളിൽ വന്നാൽ മതി. ഉള്ളിൽ നിന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആയിക്കോളും. ഓക്കെ, മാർക്ക് ചെയ്തല്ലോ അനിത, മാർക്ക് ചെയ്തല്ലോ ഇതൊക്കെ പോർഷൻസ് ഒക്കെ നോട്ട് ചെയ്തിട്ടല്ലേ? എല്ലാവരും നോട്ട് ചെയ്യാണ്ട്. ടെസ്റ്റ് കിട്ടാത്തവർ 2-3 ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രശ്നം ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആവും. ആണോ? ശ്രീ ഒരു പേര് ഗോ ന്യൂ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്റെ പേര് ശിശിര എന്നാണ്. ഓക്കേടാ. അവിടെവിടെയാ? ഞാൻ എറണാകുളം കോതമംഗലത്താണ്. കോതമംഗലം. ഓക്കെ ഓക്കെ. അതെ. ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ കൊടുത്തിരുന്നതാണ്. ആണ് ഒരുപാട് പേര് ജോയിനീസ്. ഞാൻ 2 ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യാഴവും വെള്ളി ഞാൻ അറ്റൻഡ് ചെയ്ത. ഓക്കെ, എന്റെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അതെ. എല്ലാവരും മുടങ്ങാതെ കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ തന്നെ ജോയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ. മാം പേരൊന്ന് പറയാമോ? എന്റെ പേര് അപർണ എന്നാണ് കേട്ടോ. എല്ലാ മൺഡേയിലും മാം ആണോ ക്ലാസ്? ഞാനാണ്, എല്ലാ മൺഡേയിലും ഞാനായിരിക്കും. ഓക്കെ മാം. ഓക്കെ, എനിക്ക് ആദ്യം മുതൽ ഒന്നുകൂടി ഒന്ന് സ്പീഡായിട്ടൊന്ന് പറഞ്ഞു തരാമോ? ക്ലാസ്സിൽ മനസ്സിലായി. ശരി. നമ്മളെ ഈ ഒരു ചാപ്റ്ററില് കുട്ടികൾക്ക് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. കുട്ടികൾക്ക് എപ്പോഴും അസുഖങ്ങളായിരിക്കും അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വീട്ടിലൊരു കുഞ്ഞിക്കുട്ടി ഉണ്ടെങ്കിൽ അമ്മമാർക്കറിയാം, മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡോക്ടറിന്റെ അടുത്ത് പോയിട്ടുണ്ടാവും. എന്തുകൊണ്ടാ കുട്ടികൾക്ക് എപ്പോഴും അസുഖങ്ങൾ വരാനുള്ള കാരണം? അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവാണ്. അതാണ് കുട്ടികൾക്ക് എപ്പോഴും അസുഖങ്ങൾ വരുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിസീസ് ആണ് നമ്മൾ മെയിൻലി പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ. ഒന്ന് കണ്ടാജീനിയസ് ആൻഡ് ഇൻഫെക്ഷൻ ഡിസീസ് എന്ന് പറയുന്നുണ്ട്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈസിലി സ്പ്രെഡ് ആകുന്ന നമ്മുടെ കൊറോണ പോലുള്ള അസുഖങ്ങളെയാണ് കണ്ടാജീനിയസ് ഡിസീസ് എന്ന് പറയുന്നത്. ഈ ഡിസീസിന്റെ ജേംസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പോവില്ല അല്ലെ, ഭയങ്കര നമ്മളിപ്പോ ടേസ്റ്റ് പോകുന്നു, ബോഡി പെയിൻ, പനി, പിന്നെ ഇതൊക്കെയായിരുന്നു കോവിഡ് സമയത്ത്. കോവിഡ് വന്നവർക്കൊക്കെ അറിയാം. ജേംസ് എന്ന് പറയുന്നത് നല്ല സ്പീഡിൽ ഈസിലി സ്പ്രെഡ് ആവും. ഒരാള് പെട്ടെന്ന് ക്രിട്ടിക്കലി അത് അഫക്റ്റും ചെയ്യും അല്ലെ, പെട്ടെന്നായിരിക്കും നമ്മൾ സീരിയസ് ഒക്കെ ആവുന്നത്. ദെൻ ഇൻഫെക്ഷൻ ഡിസീസ് ആണ്. ഇൻഫെക്ഷൻ ഡിസീസ് എന്ന് പറയുമ്പോൾ ഫുഡ്, വാട്ടർ, എയറിലൂടെ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളെയാണ് ഇൻഫെക്ഷൻ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ചുറ്റുപാടും അത്ര സേഫ് ഒന്നല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് അത്ര സേഫ് ആയിട്ടുള്ള പ്ലേസ് ഒന്നല്ല. നമ്മുടെ എൻവയോൺമെന്റ് ഹാർംഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫോഴ്സസ് ഉണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പോലുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ എൻവയോൺമെന്റിലുണ്ട്. ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് എന്താണ്, ത്രെറ്റ് ആണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ഹെൽത്തിന് ഭീഷണിയാണ്. അത് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങളും കാര്യങ്ങളും വരും. മുതിർന്നവരെക്കാൾ കൂടുതൽ കുട്ടികൾക്കാണ് എപ്പോഴും അസുഖങ്ങൾ വരുന്നത്. നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് പ്രിക്കോഷൻസും കാര്യങ്ങളും എടുക്കണം. ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഇൻഫെക്ഷൻ ഡിസീസ് ആണ്. ഫുഡിലൂടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഫുഡിലൂടെ സ്പ്രെഡ് ചെയ്യുന്നതിന്റെ മെയിൻ കാരിയർ എന്ന് പറയുന്ന ഫ്ലൈസ് ആണ്, ഈച്ചകൾ. ഈച്ചയൊക്കെ എവിടെയൊക്കെ പോയിട്ടാണ് നമ്മുടെ ഫുഡിൽ വന്നിരിക്കുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ട് ഈച്ച ഒന്നും വന്നിരിക്കാൻ ഫ്ലൈസ് ഒന്നും വന്നിരിക്കാത്ത രീതിയിൽ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്ത് എന്ത് ചെയ്യണം, കവർ ചെയ്ത് വെക്കണം. നമ്മൾ എയറിലൂടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സോ എയർ നമ്മൾ ഡസ്റ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല എന്താ പറയുക, നല്ല പൊടിപടലങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്ക് പോവാണെങ്കിൽ നമ്മൾ മാസ്ക് വിയർ ചെയ്യാം. മാസ്ക് ഇല്ലെങ്കിൽ കർച്ചീഫ് യൂസ് ചെയ്ത് നമ്മുടെ മൂക്കും വായും നല്ല രീതിയിൽ കവർ ചെയ്ത് വെക്കാം. എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾക്ക് എക്സാമ്പിൾ ആണ് കഫ് കോൾഡ്, മീസിൽസ്, സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ്. ഇനി അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സിലൂടെ എന്ത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിന് അനിമൽസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ഈ ഫ്ലൈസ്, മൊസ്കിറ്റോസ്, ഇൻസെക്ട്സ്, റാറ്റ്,
പെറ്റ് ഡോഗ്സ്, ഫാം അനിമൽസ്, ഈവൻ ബേർഡ്സിലൂടെ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ആവുന്നുണ്ട്. മലേറിയ, ഡെങ്കു, ഫിലാരിസിസ്, പ്ലേഗ്, കോളറ, ഫ്രഞ്ച് ഫീവർ. നിങ്ങൾക്ക് ഫ്രഞ്ച് ഫീവർ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ എല്ലാവരും? ഫ്രഞ്ച് ഫീവറിനെ കുറിച്ച് മനസ്സിലായോ? മനസ്സിലായി. അത് മാത്രമുള്ള നമുക്ക് ടെസ്റ്റ് ഇല്ലാത്ത ഫ്രഞ്ച് ഫീവർ അങ്ങനെയുള്ള അസുഖങ്ങൾ നമുക്ക് അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സിലൂടെ സ്പ്രെഡ് ആകും. പിന്നെ നമ്മള് ഡ്രിങ്ക്സ് ലൈക്ക് വാട്ടർ, ഐസ്, സോർബറ്റ്, പുറത്തുനിന്ന് വെള്ളവും ഐസും സോർബറ്റ് ഒക്കെ കഴിക്കുന്നതിലൂടെ ഡിസെൻട്രി എന്ന് വെച്ചാൽ ലൂസ് മോഷൻ, കോളറ, അതേപോലെ തന്നെയാണ് ഫീവർ, ടൈഫോയിഡ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ്, നമ്മുടെ ഡേർട്ടി ആയിട്ടുള്ള ഹാൻഡ്സും ഫീറ്റ്സിലൂടെ വരുന്ന അസുഖങ്ങളാണ് പോളിയോ, ഡിസെൻട്രി, ടെറ്റനസ് പോലുള്ള അസുഖങ്ങൾ. ഓക്കെ, ഓവറോൾ ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. എന്നിട്ട് ഏതെങ്കിലും പോയിന്റ് മനസ്സിലായില്ലെങ്കിൽ പറയട്ടോ. ഒന്ന് വായിച്ചു നോക്കിക്കോ എല്ലാവരും. ഇപ്പൊ ഇന്ന് ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ കയറിയവരായാലും അതൊന്ന് വായിച്ചു നോക്കിക്കേ. റീഡ് ചെയ്തിട്ട് സമ്പാദിക്കണം കേട്ടോ. മിസ് ഇതിലേതോ ഒന്നും ഇതിൽ പെടില്ല, അത് കട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞില്ലേ, അത് ഏതായിരുന്നു? ഫ്ലാഗ് ആയിരുന്നോ? അല്ല, അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സിലെ ടൈഫോയിഡ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സ്പേസ് ആണ്, അത് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ടൈഫോയിഡ് ശരിക്കും വാട്ടറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ്. ഒരു അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സിൽ എഴുതി പോയതാ. ഞാൻ അത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ മാർക്സിന് കളഞ്ഞു. എല്ലാവർക്കും മനസ്സിലാകുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട്. അനിത മാം. ഓക്കെ ആണോടാ? ആ പറഞ്ഞോടാ അനിത. ഒരു ഡൗട്ട് ചോദിക്കട്ടെ? രഞ്ജുഷ പറഞ്ഞോ. എക്സാമിനൊക്കെ ഇത് എങ്ങനെയാ വരിക? ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ഞാൻ ഈ ചാപ്റ്ററിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഒരു 10 ഓരോ ടീച്ചേഴ്സിനനുസരിച്ചിരിക്കും. 5 ചിലപ്പോൾ ചില ചാപ്റ്ററിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസേ വരുള്ളൂ, ചില ചാപ്റ്ററിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് വരും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞോ. പാരഗ്രാഫ് ടൈപ്പ് ഒന്നല്ല, വൺ വേർഡ് ആയിട്ട് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ. ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ. ചിൽഡ്രൻസ് ഗെറ്റ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഡിസീസ് ഡ്യൂ ടു ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ ഓപ്ഷൻ എ ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി, ഓപ്ഷൻ ബി presence of immunity, option C through food, option D through eating vegetables and fruits. Absence of immunity. Option A absence of immunity അല്ലേ? Yes. So very simple ആയിരിക്കും question. മാം, നമുക്ക് ക്ലാസ്സിൽ എക്സാം എന്തെങ്കിലും വരുന്നുണ്ടോ? ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ, ഒരു യൂണിറ്റ് കഴിയുമ്പോൾ അതിന്റെ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ മാം. മോക്ക് ടെസ്റ്റും കൂടി അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചാപ്റ്റർ ക്ലിയർ ആണോ എന്ന് നോക്കണം. ഓക്കെ, അനിത ഒരു പോർഷൻ എടുക്കുന്ന മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. പിന്നെ അടുത്ത് നാളെ വീഡിയോ ഇടും, നോക്കിക്കോളാം. കുഴപ്പമില്ല, ഡൗട്ട്സ് അപ്പൊ തന്നെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. മിസ്, മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോ ഇങ്ങനെയാണ്, ലൈവ് തന്നെയാണോ അല്ലെങ്കിൽ നമുക്ക്? നിങ്ങൾക്ക് ക്ലാസ് റൂമില് ഇപ്പൊ MT21 ക്ലാസ് റൂമിൽ നിന്നല്ലേ നിങ്ങൾ ഈ ലിങ്കിൽ ജോയിൻ ചെയ്തേ അല്ലേ? അതെ. ഓക്കെ, അതില് ക്ലാസ് വർക്ക് എന്ന് കാണാം. ക്ലാസ് വർക്കില് ടോപ്പിക്ക് വരും, റെക്കോർഡ് ക്ലാസ് ഒക്കെ വരുന്ന പോലെ ഓൾ ടോപ്പിക്കിൽ പോയിട്ട് എന്താ പറയാ അവിടെ വരും എന്ത് എക്സാം മോക്ക് ടെസ്റ്റ് വരും, ടെസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞു വരും. അപ്പൊ ടെസ്റ്റ് പേപ്പർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ട് ചാപ്റ്റർ കോമൺ ചൈൽഡ് ഡിസീസിന്റെ ടെസ്റ്റ് പേപ്പർ വന്നിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിക്കാം,
എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് പോവുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ മാർക്ക് കാണാൻ പറ്റും. എത്ര ടൈംസ് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇതിപ്പോ ആദ്യത്തെ ഒരു എന്റെ പോർഷൻ തീരാനായിട്ട് ചിലപ്പോൾ മേ ബി 1 മന്തിനോട് 2 വീക്സും കൂടി എടുക്കുകയും 1 മന്ത് കഴിയുമ്പോഴേക്കും മോക്ക് ടെസ്റ്റ് വരും കേട്ടോ. മാം ഈ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ എടുക്കണതിന്റെ മാർക്ക് ലാസ്റ്റ് ഒക്കെ ഇതാക്കുവോ? അല്ല ഒന്നിട്ട് കൂട്ടിയാലോ? യൂണിറ്റ് ടെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള അസിസ്റ്റൻസ് ആണ് ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും ആ ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് വരാം, നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾ ചെക്ക് ചെയ്യാണ്, ഇവാലുവേറ്റ് ചെയ്യാണ്. ഞാൻ പഠിച്ചിട്ടുണ്ടോ, ഞാൻ ചാപ്റ്റർ കഴിഞ്ഞല്ലോ, ടീച്ചർ എടുത്ത് കഴിഞ്ഞല്ലോ, എനിക്കൊന്നൊരു യൂണിറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ, മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഇത് വിചാരിച്ച് നിങ്ങൾ ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അവസാനത്തേക്ക് എടുത്ത് വെക്കരുത്. എല്ലാവരും ലാസ്റ്റ് എക്സാം ആവുമ്പോൾ എടുത്ത് നോക്കാന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഒട്ടും ടൈം കിട്ടൂല. ഓരോ ചാപ്റ്റേഴ്സ് തീരുമ്പോൾ അതാത് മോക്ക് ടെസ്റ്റുകൾ ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ പിന്നെ ചില കുട്ടികൾ ചെയ്യാറ് ഈ മോക്ക് ടെസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് നോട്ടിൽ എഴുതി വെക്കും. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതി വെക്കും, ഇന്ന ചാപ്റ്ററിന് ഇന്ന ക്വസ്റ്റ്യൻസ് മിസ് തന്നു. അപ്പൊ നിങ്ങൾക്ക് അത് കളക്ട് ചെയ്തു. ഏറ്റവും അവസാനം ആവുമ്പോൾ എല്ലാ മോക്ക് ടെസ്റ്റ് എടുത്ത് ഫോണിൽ നിന്ന് നോക്കേണ്ട കാര്യം വരില്ല. ഇതെല്ലാം ജസ്റ്റ് പേജസ് ഇങ്ങനെ മറിച്ച് നോക്കി ആൻസർ ചെയ്തു പോയാൽ മതി. മനസ്സിലായോ? അങ്ങനെ ചെയ്യാറുണ്ട് കുട്ടികൾ, എന്നോട് പറയാറുണ്ട്. മോക്ക് ടെസ്റ്റ് ഞങ്ങൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് മിസ് കുട്ടികൾ. ഇത് ഒരു ലാംഗ്വേജിൽ മാത്രല്ലേ ഉണ്ടാവുള്ളൂ? ഇംഗ്ലീഷിൽ മാത്രം? ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ലല്ലോ വേറെ ഇതില് ഇതായിട്ടൊന്നും? മലയാളത്തിലോ കന്നഡത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലോ അങ്ങനെ ഒന്നുമില്ല? സിമ്പിൾ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞ പോലെ അത്രയും സിമ്പിൾ ആയിരിക്കും. ഓക്കെ. ഒത്തിരി ടഫായിട്ടുള്ള രീതിയിലൊന്നും ചോദിക്കില്ല. ഓക്കെ, മിസ്സേ അതുപോലെ മൈൻ എക്സാമിനും ഇതേപോലെ ഓപ്ഷൻ ഉണ്ടാവില്ലേ? എക്സാമിന് അതേപോലെ ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ടുള്ളവരുടെ ഇഷ്ടമാണ്. 1 മന്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ മാറി നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ആ സെറ്റിലേക്ക് വരും. ദെൻ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്കും കൂടി കേൾക്കാം. എല്ലാ ദിവസവും നമുക്ക് ഫസ്റ്റ് എന്തുണ്ട്, പ്രെയർ ഉണ്ട്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രെയറിലൂടെയാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സൈനിങ് വേണം. സൈനിങ് എന്ന് വെച്ചാൽ ഇന്ന് ഏത് ടീച്ചറാണോ ക്ലാസ് എടുക്കുന്നത് ആ ടീച്ചറിനെ നമ്മുടെ കുട്ടികളെ കൂടി ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കമിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ആക്ടിവിറ്റി വേണമെങ്കിലും ചെയ്യാം. സ്പീച്ച്, ഒരു സോങ് വേണമെങ്കിൽ സോങ് ചെയ്യാം, ഒരു മോറൽ സ്റ്റോറി വേണമെങ്കിൽ പറയാം. അത് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈനിങ് ചെയ്യാം. ഇത് തോട്ട് ഓഫ് ദ ഡേ. ക്ലാസിന്റെ വൈൻഡപ്പിൽ എന്താ വേണമെന്ന് ഞാൻ പറഞ്ഞത് അറിയോ? ഓർമ്മയുണ്ടോ ബാക്കിയുള്ളവർക്ക്? അന്ന് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ബ്രീഫ് ചെയ്തുകൊണ്ട് സൈൻ ഔട്ട് ചെയ്യുന്നത് നല്ലതായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് ആരാ സൈൻ ഔട്ട് പറയുന്നേ? ഞാനാണ് മാം, വിദ്യ. ഓക്കേടാ വിദ്യ, പറഞ്ഞോ. ഓക്കെ, ആദ്യമായി ബഹുമാനപ്പെട്ട അപർണ ടീച്ചർക്ക് നന്ദി പറയുന്നു. 1 മണിക്കൂറിൽ തന്നെ വളരെ വിശദമായിട്ട് തന്നെ ക്ലാസ് ഒക്കെ വ്യക്തമാക്കി തന്നു. അതുപോലെ തന്നെ യാതൊരു പാർഷ്വാലിറ്റിയും കൂടാതെ എല്ലാ സ്റ്റുഡൻസിനെയും ഒരുപോലെ തന്നെയാണ് മാം ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇൻഫെക്ഷ്യസ് ഡിസീസിനെ പറ്റിയിട്ടായിരുന്നു മാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെ തരത്തിലാണ് പകരുന്നതെന്നും എന്തിൽ കൂടെയാണ് പകരുന്നതെന്നും അതിന്റെ അസുഖങ്ങളൊക്കെയാണ് മാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ക്ലാസ് സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ കേട്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി. പിന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഫ്രണ്ട്സിനും നമ്മുടെ ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.